സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ എന്ന എഫേസ്യ ലേഖനം 3 അധ്യായം 14-15 തിരുവചനം വെളിച്ചം പകരുന്നത് സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ്, അഖിലാണ്ടത്തിൻ്റെ നാഥനായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ് എന്ന നിലയിലുള്ള പിതാവെന്ന് മാത്രമല്ല, ഈ അണ്ഡഘടാകത്തിലെ കാണപ്പെടുന്നതായ മനുഷ്യനും ജീവജാലങ്ങളും കാണപ്പെടാത്തവയായ വാങ്ങിപ്പോയവരും സ്വർഗീയ മാലാഖമാരുടെ ഗണങ്ങളും, അങ്ങനെ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം സകല പിതൃത്വത്തിൻ്റെയും പിതാവാണ്. ഇത് നാം നിത്യാവിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു. അതായത് സകല പിതൃത്വത്തിൻ്റെയും ഉറവയും ആദ്യരൂപവും പിതാവ് തന്നെയാണ്. സകലത്തിൻ്റെയും പിതൃത്വം ദൈവസ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്നു. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ എല്ലാ പിതൃത്വത്തിൻ്റെയും പിതാവാണ് നമ്മുടെ ദൈവം. അവൻ മരിച്ചുപോയവരുടെയും ജീവനുള്ളവരുടെയും ദൈവവും പിതാവുമാണ്. സർവചരാചരങ്ങളുടെയും പിതാവത്രേ. കൊലപാതകിയായി തീർന്ന കയീനും വാങ്ങിപ്പോയ ഹാബേലും പിന്നീട് ജനിച്ച ശേത്തും അവരുടെ സന്തതി പരമ്പരകളും ഒരുപോലെ ആദാമിൻ്റെ സന്തതികളും. ആദാം അവർക്ക് പിതാവും ആദാം ദൈവത്തിൻ്റെ മകനും. ലൂക്കോസ് 3:38 ആയിരിക്കുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും ദൈവം പിതാവാണ്. തള്ളിക്കളഞ്ഞ മാലാഖമാർ ഉൾപ്പെടെയുള്ള മാലാഖമാരുടെ വൃന്ദത്തിനും ദൈവം പിതാവാണ്. അതുകൊണ്ടാണല്ലോ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു എന്ന് പറയുന്നത്. അവൻ മരിച്ചുപോയവരുടെയും അഥവാ വാങ്ങിപ്പോയവരുടെയും ജീവനുള്ളവരുടെയും കാണപ്പെടുന്നവരുടെയും കാണപ്പെടാത്തവരുടെയും ദൈവവും പിതാവുമാണ്. ആ പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം മുട്ടുകുത്തേണ്ടത്. ആ ദൈവത്തെയാണ് നാം വണങ്ങേണ്ടത്. ആ ദൈവത്തെയാണ് പുത്രൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് സുവിശേഷ ഭാഗം ഓർക്കുക. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കും മുട്ടുകുത്താം. സകലത്തിൻ്റെയും പിതാവായ നമ്മുടെ ദൈവത്തെ വണങ്ങാം. ആ തിരിച്ചറിവ് ശ്രേഷ്ഠവും സർവശക്തനെ വണങ്ങുന്നത് വലിയ പദവിയുമാണ്. നോമ്പിൽ മാത്രമല്ല, അതിന് എന്നും നമുക്ക് സാധിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.